ചിലതൊക്കെയാണ് ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസേഴ്സ്, ചിലതൊക്കെ അല്ല, വളരെ ചെറുത് ചിലത് മാത്രമാണ് നമുക്ക് കയ്യിൽ നിൽക്കാത്തതായിട്ടുള്ളത്. ബാക്കിയെല്ലാം കയ്യിൽ നിൽക്കുന്നതാണ്. ഗ്രേറ്റ്. ഇൻഫർമേഷൻ ഒരുപാട് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. അവനിക്ക് എങ്ങനെയാണ് ഇത് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് പറയും, എങ്ങനെയാണ് ഐഡന്റിഫൈ? ആക്ച്വലി എന്റെ ക്യാൻസറിന് സ്റ്റേജ് ആയിട്ടില്ല. പക്ഷേ എന്റേത് ലിംഫോബ്ലാസ്റ്റിക് ലിംഫോമ എന്നാണ് എന്റെ ക്യാൻസറിന്റെ പേര്. നല്ല എട്ടിപ്പുള്ള പേരാണ്. ഈ അർബുദം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ശോകം വന്നു. നമ്മളൊരു ശശി സോമൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽ. അതാ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോ ഒരു എടുപ്പുണ്ട്. അതിന്റെ പേരും കൂടെ ഒക്കെ പഠിച്ചു വെക്കുമ്പോ രസമുണ്ട്. ആരെങ്കിലും ചോദിച്ചാ എന്താ അസുഖം? ലിംഫോബ്ലാസ്റ്റിക് ലിംഫോമ. പിന്നെ തീർന്നു, ചോദ്യവും ഇല്ല ഉത്തരവും ഇല്ല, എല്ലാം ഒരു ഗുമ്മാണല്ലേ. എങ്ങനെയാ അതിനും സഹായിച്ചത് പാട്ട് തന്നെയാണ്. ഒരു ഓഡിഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് പാട്ട് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പഴയതുപോലെ ബ്രീത്ത് കിട്ടണില്ല. മറ്റേത് സിമ്പിൾ ആയിട്ടൊക്കെ പാടി കളഞ്ഞുകൊണ്ടിരുന്ന പാട്ടുകൾ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞിട്ടും കുറയണില്ല. അപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ജലദോഷമോ ചുമയും കണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മരുന്ന് എഴുതി തന്ന് വീട്ടിൽ വന്ന് അമ്മയ്ക്ക് അപ്പോഴും ഒരു സമാധാനമല്ലോ, എന്റെ കൊച്ചിന് പാടാൻ പറ്റാതെ എന്തോ അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ മെഡിസിൻ എടുത്തിട്ടും ഒരു വ്യത്യാസമില്ല. എനിക്കാണെങ്കിൽ പാടാനും പറ്റുന്നില്ല, ഇങ്ങനെയായി തോള്, ബാഗ് തൂക്കാനും ശ്വാസം വിടാൻ പറ്റുന്നില്ല. പെയിനും ഉണ്ട്, ഭയങ്കര പെയിനുണ്ട്. പക്ഷെ എന്റെ ഒരു ക്വാളിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നത്, ഞാന് മാക്സിമം വേദന പുറത്ത് പറയത്തില്ല. കഴുത്ത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് മാത്രമേ പറയത്തുള്ളൂ. അതുവരെ സഹിച്ചിരിക്കും. അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമായിരുന്നു. പെയിൻ കുറയാത്തതുകൊണ്ട് കിംസ് ഹോസ്പിറ്റലിലെ തന്നെ പീഡിയാട്രിക് വിഭാഗത്തിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇത് കാണിക്കാനുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റ് അല്ല, പൾമനോളജിയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പൾമനോളജിയിൽ കാണിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, CT എടുക്കണം, ഒരു CT സ്കാൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും രാത്രി ഒരു 12-12:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഭയങ്കര, നമ്മള് തീ കത്തിച്ച് ബോഡി ഇട്ടേക്കുന്ന ആ ഒരു ഫീലായിരുന്നു. ശരീരത്തിനകത്ത് ഭയങ്കര ചൂടും. എനിക്കാണെങ്കിൽ പെയിനും സഹിക്കാൻ വരും. ഞാൻ അച്ഛനെ തൊഴുതിട്ട് പറഞ്ഞ്, എന്നെ ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ, കിംസിലാണെങ്കിൽ ഞാൻ വരൂ, ഇത്രേ പറഞ്ഞുള്ളൂ. അച്ഛൻ എടുത്തോണ്ടങ്ങ് പോയി. പിന്നെ അവിടുത്തെ എമർജൻസി വാർഡിൽ പോയി കുറെ പെയിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതൊക്കെ ഓർമ്മയുണ്ട്. പെയിൻ അടിച്ച് കിടക്കണ കാരണം ഒന്നും ഇതല്ല. പിന്നെ ടെസ്റ്റ് ചെയ്തു, CT ചെയ്തപ്പോഴത്തേക്കും ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. ആദ്യം എടുത്ത എക്സ്റേയിൽ ഇവിടെ ഒരു സിസ്റ്റം ഇത്ര ഭാഗത്ത് മാത്രമേ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതൊരു 16 ദിവസം കൊണ്ട് കഴുത്തിന്റെ ഇതുവരെ ഫ്ലൂയിഡായി. അതാണ് ഇത്രയും പെയിൻ വന്നത്. അങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തു, ബയോപ്സി,